ഹലോ, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ കരിയർ എന്ന റീഡാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ കരിയറിൽ എന്താണ് ഉടനെ വരാൻ പോകുന്നത് നോക്കാം. 3 കാർഡ് സ്പ്രെഡാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ കരിയർ, വേർ ഈസ് ദിസ് ടേക്കിംഗ് യു ആൻഡ് ഗൈഡൻസ് ഫോർ യു. ഇങ്ങനെ 3 കാർഡ്സാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയർ എന്താണ് സംഭവിച്ചു. ടവർ കാർഡ്. ഓക്കെ, 5 ഓഫ് സ്വോർഡ്സ്. ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 3 ഓഫ് കപ്സ്. ഫസ്റ്റ് കാർഡ് ടവറാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ചെറിയ ചില തർക്കങ്ങൾ മുതൽ ചിലർക്ക് ജോലി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അത്. ഒരു പെട്ടെന്നൊരു ഷോക്കാണ് നിങ്ങൾക്ക് കരിയറിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണാൻ പറ്റുന്നത്. സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഹാസ് ഹാപ്പൻഡ് എന്നാണ് കാണുന്നത്. ഇനി ഇത് നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ഒരു സംഭവം നടന്നത് നിങ്ങൾക്ക് എന്ത് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പോകുന്നത്. 5 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അവനവൻ്റെ സക്സസ് നോക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളൊരു പക്ഷേ വളരെ സെൽഫ്ലെസ് ആയിട്ട് എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഓവർ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഒരു ഓഫീസ് സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ചൊരു കോർപ്പറേറ്റ് വേൾഡിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ എത്ര ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് പറയാൻ പാടില്ലാത്തത് ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാകും. ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ, ഇവിടെ നോക്കൂ, ഈ കാർഡ് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചില ലെസൺസ് ആണ് ഈ ഒരു എക്സ്പീരിയൻസ് പഠിപ്പിച്ച് തരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് സൂക്ഷിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാം കരിയർ സിറ്റുവേഷനിൽ എന്നുള്ള ഒരു ലെസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന ചില ആളുകൾ നിങ്ങളുടെ ചെയ്ത വർക്കിൻ്റെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ഒരു വിഷമമാണ് നിങ്ങൾ ഈ ഒരു ടവർ സിറ്റുവേഷനിൽ അനുഭവിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കരിയർ സിറ്റുവേഷനിൽ നിങ്ങളുടെ സക്സസ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിൽക്കുക എന്നുള്ളൊരു ഗൈഡൻസാണ് തരാനുള്ളത്. 3 ഓഫ് കപ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയാണ് അവിടെ സൂക്ഷിക്കേണ്ടത്. അത് ഫ്രണ്ട്സ് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഓണസമയമൊക്കെ ആയതുകൊണ്ട് സെലിബ്രേഷനുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സെലിബ്രേഷനുകളുടെ സമയത്ത് സൂക്ഷിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഓവർ ഷെയർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഭാവിയിലേക്ക് കൂടിയുള്ള നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ഷെയർ ചെയ്യാനായിട്ട്. നമുക്കൊരു 2-3 കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ടവർ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെസൺ എന്താണ് എന്ന് നോക്കാം. ഒരു 3 മന്ത്സിന് ശേഷം ഈ ടവർ സിറ്റുവേഷൻ എങ്ങനെ മാറും എന്നുള്ളത് നോക്കാം. പിന്നെ ഈ സമയത്ത് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരാനുള്ള കരിയർ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് ഈ കാർഡ് വരുന്നത്. ഓക്കെ, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് സ്വോർഡ്സ് ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, ഈ 3 ഓഫ് കപ്സുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പേജ് ഓഫ് കപ്സ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകൾ സൂക്ഷിക്കുക. ഇത് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഒരു റിസ്ക് മെൻറ്റാലിറ്റിയുടെ പുറത്ത് എന്ത് വരാനാ, ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്നുള്ള ആ ഒരു കാര്യങ്ങളെ വളരെ ലൈറ്റായിട്ട് എടുത്തത് കൊണ്ട് ആണ് വന്നിട്ടുള്ളത് ഈ പ്രശ്നം എന്നുള്ള ഗൈഡൻസ് ആണ് കേട്ടോ. ഈ കാർഡിൻ്റെ തന്നെ ഒരു റെപ്പറ്റേഷനായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. 3 മന്ത്സിന് ശേഷം ഈ ഒരു ടവർ കാർഡ് തന്നിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളെ വളരെയധികം എന്താ പറയുക, നിങ്ങളുടെ തിങ്കിങ് എന്താ പറയുക, ചിന്താശേഷി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ പോരാതെ നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒരു തെളിവ് സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് കരിയർ സിറ്റുവേഷനിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആവാനുള്ള
ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. ഫൈനലി നിങ്ങൾക്ക് വന്നിട്ടുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കാർഡ് തന്നെയാണ്. നിങ്ങളുടെ നയം ഉപയോഗിക്കുക. കരിയർ സിറ്റുവേഷൻ ഓഫീസിലൊക്കെ നമുക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ നയമാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ സോഫ്റ്റ് പവേഴ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ആക്കി തന്നിട്ടുള്ള ഈ ആളുകളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനല്ല പോകേണ്ടത്. ഈ വ്യക്തിയെ കണ്ടോ, ഒരു സൈഡ് ഹ്യൂമൻ ആൻഡ് ഒരു സൈഡ് ഒരു സിംഹത്തിൻ്റെ മുഖമാണ്. നിങ്ങളുടെ എന്താ പറയുക ശക്തി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ഒരു മുഖം മൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് നയത്തിൽ നിൽക്കുക. ഉള്ളിലെപ്പോഴും ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു എനർജി. പേജ് ഓഫ് സോർഡ്സ് എനർജി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. സന്തോഷമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സീ യു, ബൈ.